വേട്ടക്കാർക്കൊപ്പം നിന്ന് അവരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ പോരാട്ടത്തിന്റെ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി പെട്ടെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത അവസാനം അതിനുവേണ്ടി പോരാട്ടം നടത്തി വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷം അത് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടപ്പോഴും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതിൽ നിന്ന് വ്യക്തമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, മുകേഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, മറ്റു പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ സർക്കാർ ഒരിക്കലും ഇരകൾക്കൊപ്പം നിന്നിട്ടില്ല. ഈ സർക്കാർ അതിന്റെ തുടക്കം മുതൽ അത് പാർട്ടിയിലായിരുന്നാലും അതുപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള പീഡനങ്ങൾ വന്നപ്പോഴും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും നമ്മുടെ കൊച്ചിയിലെ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോഴൊക്കെ ഈ സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ ആധാരമായ കൊച്ചിയിലെ നടിയുടെ ആക്രമണ സംഭവത്തിലും നാം മനസ്സിലാക്കണം എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. കേരളത്തിലെ പ്രതിപക്ഷം UDF എക്കാലത്തും ഇരകൾക്കൊപ്പമാണ്. എന്നാൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും എക്കാലത്തും വേട്ടക്കാർക്കൊപ്പമാണ്. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം. ഹേമ കമ്മിറ്റി കണ്ടെത്തിയ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയിൽ തെളിവ് കൊടുത്ത്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ മുമ്പായി ഹാജരായി തെളിവ് കൊടുത്ത് പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ലഭ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ